ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ അത് അക്കു കുളിക്കാതിരിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ സ്റ്റൂൾ എടുത്തപ്പോഴത്തേക്ക് അവന് മനസ്സിലായി കുളിപ്പിക്കാൻ പോവുകയാണെന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വലിച്ചെടുക്കണം. അപ്പോഴതാ ചേട്ടൻ വന്ന് നോക്കിയിട്ട് പിന്നെ ചേട്ടൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മോളെ ഏൽപ്പിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചൂരക്കറി വെച്ചു, മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് തേങ്ങാക്കറി ഉണ്ടായിരുന്നു. അത് മീൻ കറിയല്ല കേട്ടോ, രാത്രി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ രാവിലെ ചപ്പാത്തിയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ അക്കുനെ കുളിപ്പിക്കാനായിട്ട് പോന്നു. ഇപ്പോൾ ഭയങ്കര ശല്യം, കുളിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. കാരണം ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴേ കുളിപ്പിക്കാറുള്ളൂ. പിന്നെ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ. അപ്പോഴിതാ ഞാൻ രാവിലെ പുറമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ അങ്കത്തട്ടിലോട്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാലില്ലായിരുന്നു, പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ പൊടിയിട്ട് ചായയൊക്കെ കുടിക്കാനായിട്ടിരുന്നു. അക്കുവിനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നു. ഇപ്പം നഖം വെട്ടിയതുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലേ. പിന്നെ അള്ളി കയറും കേട്ടോ. അവന് ഇഷ്ടമേ അല്ല, കുളിക്കുന്നതേ ഇഷ്ടമല്ല. അല്ലെങ്കിൽ മേളയിൽ പോയി ഇരുന്ന് കളയും. അപ്പോൾ എന്താ തോർത്തിട്ട് ഒരു തോർത്ത് നനഞ്ഞ് കുതിർന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്ത തോർത്തിട്ട് നല്ല വൃത്തിയായിട്ട് ഉണക്കി എടുത്തിട്ട് വേണം ഹീറ്റർ ഇട്ട് ഉണക്കുക. മഴയായതുകൊണ്ട് പിന്നെ തണുപ്പല്ലേ. അപ്പോൾ ഇത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുന്നത്, കർക്കിടക വാവല്ലേ. അപ്പോൾ അതിന് കുറച്ച് വലിയ ഒരുക്കങ്ങളൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒരുക്കണം. അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ മെയിൻ. അപ്പോൾ വീടെന്ന് വെച്ചാൽ ഇന്ന് മെയിനായിട്ടും അടുക്കളയൊന്ന് വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കടുക് വറുത്തിട്ട് അപ്പോൾ മോളവിടെ ചപ്പാത്തിയൊക്കെ ചുടുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി കറി ഇന്നലത്തെ തേങ്ങാക്കറി ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മീൻ കറി ഉണ്ടെങ്കിൽ മക്കൾ കഴിച്ചോളൂ എന്ന് ഞാൻ പലപ്പോഴും പറയാറില്ലേ. അപ്പോൾ കടുക് വറുത്തു. നമ്മളെ മീൻ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കള നമ്മളിപ്പം അപ്പുറത്തല്ലേ, അപ്പോൾ അവിടുത്തെ എല്ലാ സാധനങ്ങളും മാറ്റി ഇവിടെയൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തുടച്ചിടുന്നതല്ലേ ഉള്ളൂ. അപ്പം മതിലൊക്കെ ഒന്ന് കഴുകണം. പൈപ്പിൻ്റെ അടുത്തും പിന്നെ നമ്മൾ ഗ്യാസ് വെക്കുന്നിടത്തും ഒക്കെ ഒന്ന് അവിടെ നിന്ന് കയറി നിന്ന് കഴുകാനേ പറ്റും. ഇപ്പം ഈ സ്ലാബിന് വീതി ഉള്ളതുകൊണ്ട് നമുക്ക് കൈ എത്തി അങ്ങ് തേച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളെ ഈ സ്ലാബിന് നല്ല വീതിയും കുറച്ച് പൊക്കമാണ്. പൊക്കം കൂട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ പൊക്കം എന്താ അളവെടുത്ത് ചെയ്തതാണ്. പക്ഷേ ഇത്രയും പൊക്കം കൂടുമെന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി കഴുകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. തുടച്ചെടുക്കാൻ വലിയ പാടില്ല. അതുകൊണ്ട് ഇന്നങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ ചെടിയൊക്കെ മാറ്റി അവിടെ എല്ലാം വെള്ളം ഒഴിച്ച് കഴുകി. അപ്പോൾ ആ തറയും നന്നായിട്ട് വെള്ളം ഒഴിച്ചങ്ങ് കഴുകുവാണ്. ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ കഴുകാറുള്ളൂ. ഇപ്പോൾ തുടച്ചെടുക്കത്തുള്ളൂ കേട്ടോ. അക്കുവിന് കർട്ടൻ ഇട്ടില്ലേ, ആ സൈഡ് മാത്രമേ കഴുകാറ്. ഇവിടെ പിന്നിൽ പാത്രമൊക്കെ അടുക്കി വെച്ചേക്കുന്നുണ്ട്. എപ്പോഴും കഴുകാൻ പറ്റത്തില്ല, നമുക്ക് തുടച്ചെടുക്കാനേ പറ്റും. അല്ലെങ്കിൽ എല്ലായിടവും ഇങ്ങനെ വെള്ളം കയറി പിന്നെ കുതിർന്ന് കിടക്കും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തുടച്ചെടുക്കും. അപ്പോൾ ഇന്ന് പിന്നെ മൊത്തം മാറ്റിയിട്ടങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ ഷീറ്റിൻ്റെ മുകളും ഒക്കെ ചിലന്തിയിലൊക്കെ അടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പം കുറച്ച് പുറത്തുള്ള കുറേ ചിലന്തി വലയും ഒക്കെ അടിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചെയ്യണം. പിന്നെ അകം നമ്മളെപ്പോഴും ചിലന്തിയിൽ അടിച്ച് തൂത്ത് തുടച്ചിടുന്നുണ്ട്. അവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടോ നാളത്തേക്ക് അപ്പം ചുടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ എല്ലാം വൃത്തിയാക്കി. ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും ഇനി ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വെക്കണം. ഇനി അതാണ് ജോലി. അതിൻ്റെ ഇടയ്ക്ക് വല ഞാൻ ഈ സൈഡ് വല കെട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ച് ആ സൈഡ് എല്ലാ മക്കളും ഉണ്ടല്ലോ, ആ സൈഡ് അങ്ങ് വല കെട്ടാമെന്ന്. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ചിലന്തി വില കുറഞ്ഞ് നിൽക്കും കേട്ടോ. പിന്നെ ഗ്യാസ് വെക്കുന്നതിന് മുകളിലും കുറച്ച് വല മോനെ കൊണ്ട് കെട്ടിച്ചു കേട്ടോ. അതാകുമ്പം പ്രാണികൾ വീഴത്തില്ലല്ലോ എന്ന് വെച്ചിട്ടേ. ഈ തുറന്ന് കിടക്കുന്നതുകൊണ്ട് എല്ലാം പറന്ന് വീഴുമല്ലോ. അപ്പോൾ ആ സൈഡ് വല കെട്ടിയപ്പം ഈ സൈഡ് വല കെട്ടിയുകൊണ്ട് അവിടെ വലിയ ചിലന്തി വില ഇല്ലായിരുന്നു. അപ്പോൾ കെട്ടാത്തടുത്തങ്ങ് ഭയങ്കര ചിലന്തി വില. അങ്ങനെ അതെല്ലാം കഴുകിയായിരുന്നു കേട്ടോ. നെറ്റ് മൊത്തം കഴുകി. എന്നിട്ട് നമ്മൾ വല കെട്ടി. അങ്ങനെ അവിടെയും പിന്നെ ഗ്യാസിൻ്റെ മുകളിലും വലയൊക്കെ കെട്ടി. അങ്ങനെ അടുക്കളയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നീറ്റായിട്ട് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ നമുക്ക്. പിന്നെ ഞാൻ മുറ്റം തൂക്കാനായിട്ട് അപ്പോൾ ഈ തലയെക്കെട്ട് വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ചിലന്തൂര് അടിക്കാൻ നിന്നപ്പം തലയിലെല്ലാം കെട്ടും കെട്ടി. ഇനിയിപ്പം ഒരു കുളിയും കൊണ്ടുണ്ട്. ഇത് ഞാൻ തറയൊക്കെ കഴുകി കഴിയുമ്പോൾ ഫുള്ള് നനഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പോയി പുറമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നു. ഇനി തല കുളിക്കണം. അതിനിപ്പം മുറ്റമൊക്കെ തൂത്ത് പിന്നെ അകമൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് നീറ്റാക്കി ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കേ, ബൈ.